കുറച്ച് ഇക്വേഷൻസ് ആണ്. അപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ഫസ്റ്റ് പറഞ്ഞു പോവാം. ഓക്കെ, ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു ആംഗുലാർ ഫ്രീക്വൻസി അല്ലെ, ഒമേഗ. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ ഈസ് ഈക്വൽ ടു √k/m എന്നുള്ളതാണ്. ഓക്കെ, √k/m. ഓക്കെ, അപ്പം ഈ ഒരു ഇക്വേഷൻ നോട്ട് ചെയ്യണം. ഈ ഇക്വേഷന്റെ അകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യൂണിറ്റ്സ് ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, നമുക്കിപ്പോ ഇതിൽ കിട്ടുന്ന ഒമേഗ എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടുന്നത് റേഡിയൻസ് പെർ സെക്കൻഡിലായിരിക്കും. ഓക്കെ, നമ്മൾ അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ന്യൂട്ടൺ പെർ മീറ്ററിലായിരിക്കണം. സ്റ്റിഫ്നെസ് എന്താ? ഫോഴ്സ് പെർ യൂണിറ്റ് ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് പെർ ഡിഫ്ലക്ഷൻ ആണല്ലോ. അപ്പൊ ഡിഫ്ലക്ഷന്റെ യൂണിറ്റ് മീറ്ററിലും ഫോഴ്സിന്റെ ന്യൂട്രലും ആവുമ്പോഴാണ്, അല്ലെങ്കിൽ ന്യൂട്രലും ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനില് കിലോഗ്രാമിലായിരിക്കും ചിലപ്പം ഫോഴ്സുകളൊക്കെ തരുന്നുണ്ടാവുക, അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് കിലോഗ്രാം പെർ മീറ്റർ അല്ലെങ്കിൽ കിലോഗ്രാം പെർ മില്ലിമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. അപ്പൊ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ന്യൂട്ടൺ പെർ മീറ്ററിലാക്കിയിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. അതുപോലെ മാസ് നമ്മൾ കൊടുക്കുമ്പോൾ കിലോഗ്രാമിൽ കൊടുക്കണം. ഓക്കെ, സ്റ്റിഫ്നെസ് നോക്കണം, അത് ന്യൂട്ടൺ പെർ മീറ്ററിലാക്കിയിട്ട് വേണം സ്റ്റിഫ്നെസ് കൊടുക്കാനായിട്ട്. മാസ് കിലോഗ്രാമിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം സ്റ്റിഫ്നെസ് ന്യൂട്ടൺ പെർ മീറ്റർ ആൻഡ് മാസ് കിലോഗ്രാമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ റേഡിയൻസ് പെർ സെക്കൻഡിലായിരിക്കും. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ ഒമേഗ, ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ ഈസ് ഈക്വൽ ടു √k/m. ഇനി ഇതിനെ നമുക്ക് വേറെ രീതിയിൽ എഴുതാം. ഒമേഗ ഈസ് ഈക്വൽ ടു 2π/t. അപ്പൊ 2π/t എന്ന് പറയുമ്പോൾ അതിൽ t എന്ന് പറയുന്ന ടൈം പീരീഡ് ആണ്. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും ഈ കാര്യങ്ങളൊക്കെ. നിങ്ങൾ ഒന്നെങ്കിൽ മെക്കാനിക്സിൽ ഒരു പക്ഷെ പഠിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങൾ +1 +2 ഏതോ ക്ലാസ്സിലൊക്കെ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പൊ ടൈം പീരീഡ് t എന്ന് പറയുന്നത് എന്താ? ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് 1 സൈക്കിൾ ഓഫ് വൈബ്രേഷൻ. ഓക്കെ, ഒരു സൈക്കിൾ വൈബ്രേഷൻ ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് മൂവ് ചെയ്ത് തിരിച്ച് എത്തുന്ന ആ ഒരു സൈക്കിളിനുള്ള ടൈമാണ് ടൈം പീരീഡ്. ഓക്കെ, അപ്പൊ ആ ടൈം പീരീഡിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതിപ്പോ നമ്മൾ എഴുതി, ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ ഈസ് ഈക്വൽ ടു 2π/t എന്ന് എഴുതി. അപ്പൊ t എന്തായിരിക്കും? 2π/ω എന്നുള്ളതായിരിക്കും. ഓക്കെ, ടൈം പീരീഡ് t ഈസ് ഈക്വൽ ടു 2π/ω. അപ്പൊ ആ ഒരു ഇക്വേഷൻ ഓർക്കണം. ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് 1 സൈക്കിൾ ഓഫ് വൈബ്രേഷൻ. ഇതിന്റെ യൂണിറ്റ് സെക്കൻഡ്സിലായിരിക്കും. ഇനി അടുത്ത നാച്ചുറൽ ഫ്രീക്വൻസി. നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ f എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യാം. അതിന്റെ യൂണിറ്റ് ഹെർട്സ് ആണ്. ഓക്കെ, HZ അല്ലെങ്കിൽ ഹെർട്സ് ആണ്. അപ്പോൾ അല്ലെങ്കിൽ സൈക്കിൾസ് പെർ സെക്കൻഡ് എന്നും പറയാം. അപ്പോൾ അതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 1/ടൈം പീരീഡ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം 1/ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ ω/2π. ഓക്കെ, ദാറ്റ് ഈസ് √k/m ഇൻറ്റു 1/2π എന്നുള്ള രീതിയിലും എടുക്കാം. ഓക്കെ, അതായത് എന്ത് ചെയ്താൽ മതി, ഈ ഇപ്പൊ നമുക്ക് ആംഗുലാർ ഫ്രീക്വൻസിനെ /2π എന്നുള്ളത് ചെയ്താലും മതി കേട്ടോ. ഇവിടെ കിട്ടുന്നതിനെ /2π ചെയ്താൽ മതി. അപ്പം ഒമേഗ എന്ന് പറയുന്നത് എന്താ? √k/m. അപ്പൊ അതിനെ 1/2π എന്നുള്ള രീതിയിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ 1/ടൈം പീരീഡ് എന്ന് പറയുന്നതും ഫ്രീക്വൻസി തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പ് കണക്ട് ചെയ്ത് വരുന്ന റിലേഷൻഷിപ്പ് ഒന്ന് മനസ്സിലുണ്ടായിരിക്കണം. ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ √k/m. ഓക്കെ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആണ്. ഓക്കെ, ഒമേഗ ഈസ് ഈക്വൽ ടു 2/t എന്ന് പറഞ്ഞിട്ട് ടൈം പീരീഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആംഗുലാർ ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ, അതുപോലെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ 2π/ω, അതുപോലെ നാച്ചുറൽ ഫ്രീക്വൻസി 1/t, അതായത് 1/ടൈം പീരീഡ് ആണ് ഫ്രീക്വൻസി. അതുപോലെ ഇപ്പൊ ഫ്രീക്വൻസി കിട്ടിയിട്ടുണ്ടെങ്കിൽ 1/ഫ്രീക്വൻസി ആയിരിക്കും ടൈം പീരീഡ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നാച്ചുറൽ ഫ്രീക്വൻസിയും ആംഗുലാർ ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ω/2π എന്നുള്ളതാണ്. നാച്ചുറൽ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ആംഗുലാർ ഫ്രീക്വൻസി /2π. അപ്പോൾ ദാറ്റ് ഈസ് ഒമേഗ √k/m ആണെങ്കിൽ /2π എന്നുള്ളത് ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പൊ അതിന്റെ യൂണിറ്റ് ഹെർട്സ് ആണ്. അപ്പൊ ഈ കാര്യങ്ങളും അതിന്റെ യൂണിറ്റ്സും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ശ്രദ്ധിക്കേണ്ടത്, ആംഗുലാർ ഫ്രീക്വൻസിയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ k ന്യൂട്ടൺ പെർ മീറ്ററിലും മാസ് കിലോഗ്രാമിലും ആയിരിക്കണം നമുക്ക് ആംഗുലാർ ഫ്രീക്വൻസി റേഡിയൻസ് പെർ സെക്കൻഡിൽ കിട്ടാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന കുറച്ച് ഇക്വേഷൻസ്. ഇനി നമുക്ക് സ്പ്രിങ്ങിന്റെ കുറച്ച് കൺസെപ്ഷൻ നോക്കാം. ഓക്കെ, സ്പ്രിങ്. ഇപ്പം രണ്ട് രീതിയിലുള്ള കണക്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഇതിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ബേസിക് ഇലക്ട്രിക്കലൊക്കെ പഠിക്കുന്ന സമയത്ത് പാരലൽ കണക്ഷൻ, സീരീസ് കണക്ഷൻ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ സ്പ്രിങ്ങില് രണ്ട് രീതിയിലുള്ള കണക്ഷൻസ് ഉണ്ട്, പാരലൽ ആൻഡ് സീരീസ്. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഫിഗറിൽ കാണാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഫിഗറിൽ കാണാം, ഇത് പാരലൽ കണക്ഷൻ ആണ്. അതായത് രണ്ട് സ്പ്രിങ്ങുകൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു മാസിലേക്ക്. ഓക്കെ, ഇവിടെ രണ്ടെൻഡും
ഫിക്സ്ഡ് ആയിട്ടിരിക്കുന്നു. അപ്പം ഈ ഒരു പാരലൽ കണക്ഷന്റെ കേസ് നോക്കുവാണെങ്കിൽ ഇവിടെ ടോട്ടൽ വരുന്ന അല്ലെങ്കിൽ ഈ വരുന്ന മാസിനെ ഈ രണ്ട് സ്പ്രിങ്ങും കൂടി എന്താ ക്യാരി ചെയ്യാണ് അല്ലെ. അതായത് ഈ ടോട്ടൽ മാസിനെ ഈ രണ്ട് സ്പ്രിങ്ങും കൂടി ക്യാരി ചെയ്യാണ്. ഈ ഒരു മാസ് ഇവിടെ ആക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ്സ്, അതായത് ഓരോ സ്പ്രിങ്ങിലും ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് സെയിം ആണല്ലോ. അതായത് ഈ മാസ് ഇവിടെ ആക്ട് ചെയ്യുമ്പോൾ ഇത് താഴോട്ടേക്കായിരിക്കും മൂവ് ചെയ്യുക അല്ലെ. മാസ് മൂവ് ചെയ്യും. അപ്പൊ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ഞാൻ ഡെൽറ്റ എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് എഴുതുകയാണെങ്കിൽ ഡെൽറ്റ ഉണ്ടാവും. അപ്പൊ ഈ രണ്ട് സ്പ്രിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടും ഡിസ്പ്ലേസ്മെന്റ് എന്ത് തന്നെയാണ്, സെയിം ആണ് അല്ലെ. രണ്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റ, അതായത് K1 സ്റ്റിഫ്നെസ് ഉള്ള സ്പ്രിങ്ങിന്റെ ഡിസ്പ്ലേസ്മെന്റും ഡെൽറ്റയാണ്, K2 എന്ന് പറയുന്ന സ്പ്രിങ്ങിന്റെ ഡിസ്പ്ലേസ്മെന്റും ഡെൽറ്റ തന്നെയാണ്. ഓക്കെ, ഇനി അതായത് ഇത് പാരലലി കണക്റ്റഡ് ആണ്. ഓക്കെ, ഒരു മാസ് പാരലലി ഉള്ള സ്പ്രിങ്സുമായിട്ട് കണക്ട് ആയിട്ടുള്ളതാണ് പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. സീരീസ് കണക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്നിന്റെ പുറകെ ഒന്നായിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഈ ഒരു അറേഞ്ച്മെന്റ് നോക്കിക്കോ, ഇവിടെ ഒരു മാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മാസ് ഇവിടെ താഴോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ K1 എന്ന് പറയുന്ന സ്റ്റിഫ്നെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും, ഇവിടെ വേറൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും അല്ലെ. അതായത് ടോട്ടൽ ഇവിടെ ഒരു ഇതിപ്പോ നമ്മൾ K1 കറസ്പോണ്ടിങ് ആയ ഡിസ്പ്ലേസ്മെന്റ് ഞാൻ ഇവിടെ Δ1 എന്ന് കൊടുക്കുവാണ്. K2 കറസ്പോണ്ടിങ് ആയിട്ട് Δ2 എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുകയാണെങ്കിൽ ടോട്ടൽ ഡെൽറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും, Δ1 + Δ2 ആയിരിക്കും അല്ലെ. കാരണം ഇവിടെ എന്താണ്, ഇവിടെ ഒരു മാസ് ആക്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് സ്പ്രിങ്ങിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് സെയിം ആണ് അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് സെയിം ആണ്. അതായത് ഈ ഹോൾ മാസിനെ ഈ രണ്ട് സ്പ്രിങ്ങും കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിനെ, അതായത് ഈ മാസിനെ റെസിസ്റ്റ് ചെയ്യുന്നത് അല്ലെ. ഇവിടെ ആണെങ്കിൽ ഇവിടെ നോക്കിക്കോ, ഇവിടെ ടോട്ടൽ റെസിസ്റ്റ് ചെയ്യുന്നത് രണ്ട് സ്പ്രിങ്ങും കൂടെ തന്നെ ആണെങ്കിലും ഇവിടെ ഡിസ്പ്ലേസ്മെന്റ്സ് എന്തല്ല, സെയിം അല്ല അല്ലെ. അതായത് ടോട്ടൽ വരുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ ഈ രണ്ട് സ്പ്രിങ്ങിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റിന്റെ സം ആയിരിക്കും. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം. അപ്പൊ നമുക്ക് ഇക്വേഷൻ എങ്ങനെ വരുന്നുള്ള നോക്കാം. ഇവിടെ ഇക്വേഷൻ ഓൾറെഡി എഴുതിയിട്ടുണ്ട് അല്ലെ. അതായത് രണ്ടിന്റെയും ഈക്വലന്റ് ആയിട്ടുള്ള സ്റ്റിഫ്നെസ് K ഈക്വലന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ K എഫക്റ്റീവ് എന്ന് പറഞ്ഞാലും റെപ്രസെന്റ് ചെയ്യാം, KE എന്ന് പറഞ്ഞിട്ടോ ഓക്കെ റെപ്രസെന്റ് ചെയ്യാം. അപ്പം K ഈക്വലന്റ് അല്ലെങ്കിൽ K എഫക്റ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതിന്റെ രണ്ടിന്റെയും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റിഫ്നെസ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ടോട്ടൽ വെയിറ്റിനെ എടുക്കുന്നത് എന്താണ്, ടോട്ടൽ വെയിറ്റിനെ എടുക്കുന്നത് ഈ രണ്ട് സ്പ്രിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് അല്ലെ. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സ്, അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഈക്വലന്റ് ആയിട്ടുള്ള ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ഇതിപ്പോ ഈക്വലന്റ് സ്റ്റിഫ്നെസ് ആണ്. ഇപ്പൊ ഫോഴ്സ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം, KE × ഡെൽറ്റ എന്ന് ചെയ്യണം അല്ലെ. അതായത് സ്റ്റിഫ്നെസ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ചെയ്യണം അല്ലെ. ഫോഴ്സ് ആവണമെങ്കിൽ സ്റ്റിഫ്നെസ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ, KE = ഫോഴ്സ് പെർ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പം F = K × ഡെൽറ്റ ആണ്. അപ്പം ഇവിടെയുള്ള രണ്ടിന്റെയും കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള സ്റ്റിഫ്നെസ് KE ആണെങ്കിൽ അപ്പൊ KE × ഡെൽറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇവിടെ ഡെൽറ്റ രണ്ടിനും സെയിം ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, K1 ഡെൽറ്റ + K2 ഡെൽറ്റ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാലോ. കാരണം ഡിസ്പ്ലേസ്മെന്റ് രണ്ടിടത്തും സെയിം ആണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ LHS ന്നും RHS ന്നും എന്ത് ചെയ്യാൻ പറ്റും, ഡെൽറ്റ കട്ട് ചെയ്യാൻ പറ്റും. അപ്പം പാരലലി ആണ് കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ KE എന്ന് പറയുന്നത് എന്തായിരിക്കും, K1 + K2 ആയിരിക്കും. ഓക്കെ, K1 + K2. അപ്പൊ ആ ഒരു ഇക്വേഷൻ മറക്കരുത്. പാരലലി ആണെങ്കിൽ എഫക്റ്റീവ് സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ ഈക്വലന്റ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് K1 + K2 എന്നുള്ളതായിരിക്കും. ഇനി അത് സീരീസിലാണ് കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിലോ, സീരീസിലാണ് കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇവിടെയുള്ള ഡിസ്പ്ലേസ്മെന്റ് രണ്ടും ഡിഫറെന്റ് ആണ് അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഒരു മാസ് M ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ഈക്വലന്റ് സ്റ്റിഫ്നെസ് നമുക്ക് KE എന്ന് പറഞ്ഞെടുക്കാം. ഓക്കെ, KE ആണ് ഇതിന്റെ ഈക്വലന്റ് സ്റ്റിഫ്നെസ് എന്ന് വിചാരിച്ചോ. അപ്പൊ ഇവിടെ ഈ ഒരു മാസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫോഴ്സ്, മാസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് mg ആണ് അല്ലെ. അപ്പൊ ഇവിടെയുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താ, ടോട്ടൽ ഡെൽറ്റ = Δ1 + Δ2 എന്നുള്ളതാണ്. അപ്പൊ ഈ ടോട്ടൽ ഈ ഒരു മാസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ മാസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് mg അല്ലേ ഡിവൈഡഡ് ബൈ KE ആയിരിക്കും അല്ലെ. mg അതായത് ഫോഴ്സ് ആണ് അല്ലെ. സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം F/Δ ആണ് അല്ലെ. സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F/Δ ആണ്.
അപ്പം കെ ഈസ് ഈക്വൽ ടു, ഇപ്പൊ നമ്മള് കെ കറസ്പോണ്ടിങ് ആയിട്ടാ ഇപ്പൊ എഴുതുന്ന ഡിസ്പ്ലേസ്മെന്റ് കറസ്പോണ്ടിങ് ആയിട്ടാ എഴുതുന്നത് എഫ് ബൈ കെ, അതായത് ഡെൽറ്റ ഈസ് ഈക്വൽ ടു എഫ് ബൈ കെ എന്നാണ്. അപ്പം ഇവിടെ നമ്മൾ എഴുതുന്നത് എഫ് ബൈ കെ ആണ്. ദാറ്റ് മീൻസ് ഇവിടെ ഈ വരുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിവൈഡഡ് ബൈ കെ. ഇവിടുത്തെ ടോട്ടൽ ഈ വരുന്ന സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് കെ ഇ ആണെന്ന് എടുത്തോ. ഇവിടെ ഫസ്റ്റ് സ്പ്രിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റിഫ്നെസ് K1 ആണ്, സെക്കൻഡ് സ്പ്രിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് K2 ആണെങ്കിൽ ഈ ഡെൽറ്റ വാല്യൂ എന്ന് പറയുന്നത് എഫ് ബൈ കെ ആണ്. ദാറ്റ് ഈസ് ഇവിടെ ഡെൽറ്റ എന്ന് പറയുന്ന ടോട്ടൽ ഇവിടെ വരുന്ന ഡിഫ്ലക്ഷൻ ആണ്. ദാറ്റ് ഈസ് എം ജി ബൈ കെ ഇ ആയിരിക്കും. ഈസ് ഈക്വൽ ടു ഇവിടെ വരുമ്പോൾ ഡെൽറ്റ വൺ എന്തായിരിക്കും? ഡെൽറ്റ വൺ എന്ന് പറയുന്നത് ടോട്ടൽ അവിടെ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് എം ജി, സോറി, അവിടെയുള്ള ഫോഴ്സ് എന്ന് പറയുന്നത്, ഇവിടെ ഇതിലേക്ക് വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എം ജി തന്നെയാണ്. എം ജി ഡിവൈഡ് ബൈ ഇത് റെസിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് K1 ന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും. അപ്പൊ ഡിവൈഡഡ് ബൈ K1 പ്ലസ് ഇവിടെ രണ്ടാമത്തേലും അവിടെ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഈ താഴോട്ട് ആക്ട് ചെയ്യുന്ന ലോഡ് കാരണം എം ജി തന്നെയാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് K2 ആയിരിക്കും. അപ്പൊ ഇവിടെ എം ജി എല്ലായിടത്തും സെയിം തന്നെയാണ്, റെസിസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോഴ്സ് സെയിം ആണ്. അപ്പം ഇവിടെ നോക്കുമ്പോൾ ഇവിടെ 1/KE ഈസ് ഈക്വൽ ടു 1/K1 പ്ലസ് 1/K2. ഓക്കെ, ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് ഈക്വേഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പം പാരലലി കണക്റ്റഡ് ആണെങ്കിൽ ഇക്വലന്റ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് K1 പ്ലസ് K2 ആയിരിക്കും. അതുപോലെ സീരീസ് കണക്ഷൻ ആണെങ്കിൽ അവിടുത്തെ ഇക്വലന്റ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എഫക്റ്റീവ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് 1/K1 പ്ലസ് 1/K2 ആ രീതിയിലായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ഓർത്തിരിക്കണം. അപ്പൊ മുന്നേ പറഞ്ഞ ഇക്വേഷൻസ് ഈ ഒരു കാര്യം. ഇനി ബീമിന്റെ കേസുകളിൽ വരുന്ന കുറച്ച് ഇക്വേഷൻസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം K എന്ന് പറയുന്നത് എന്താ? ഫോഴ്സ് ബൈ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ലോഡ് ബൈ ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ. K ഈസ് ഈക്വൽ ടു നമ്മളിവിടെ എഴുതിയല്ലോ, K ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ലോഡ് ബൈ ഡിസ്പ്ലേസ്മെന്റ്. അതുപോലെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിപ്പോ ഒരു ബീമാണ്, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ള ബീമാണ്. കറക്റ്റ് അതിന്റെ സെന്ററിൽ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നു W എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പൊ ഒരു സിംപ്ലി സപ്പോർട്ട് ബീമിൽ കറക്റ്റ് സെന്ററിൽ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ എന്താ? ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് WLQ/48EA എന്ന് പറഞ്ഞിട്ടാണ് അല്ലെ. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, MOSലൊക്കെ പഠിച്ചതാണ്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമുക്കറിയാം. അപ്പം സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് എന്താ? ഈസ് ഈക്വൽ ടു W/Δ. അപ്പൊ W/Δ ഒന്ന് ചെയ്ത് നോക്കിക്കേ. W/Δ എന്ന് പറയുന്നത് എന്താണ്? WLQ. ഇതിപ്പോ സ്റ്റിഫ്നെസിന്റെ ഇക്വേഷൻ ആണ് ഫോം ചെയ്യുന്നത്. W/WLQ/48EI. അപ്പൊ ഇതിന്റെ അകത്ത് W ക്യാൻസൽ ആവും. 48EI മുകളിലേക്ക് വരുമ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായി മാറും? 48EI/LQ എന്നാവും. അപ്പൊ ഇതുപോലെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ അതിന്റെ സ്പാനിന്റെ മിഡിലിൽ ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബീമിന്റെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് 48EI/L3 ആണ്. ഓക്കെ, അതിന്റെ സ്റ്റിഫ്നെസ് 48EI/L3 ആണ്. ഇനി അടുത്തൊരു കണ്ടീഷൻ, എക്സെൻട്രിക് ആയിട്ട് ലോഡിങ് ആക്ട് ചെയ്യുന്നു. അപ്പം ഇതില് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് WA²B²/3EIL എന്നുള്ളതാണ്. ഇതുപോലെ എക്സെൻട്രിക് ആയിട്ട് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ സിംപ്ലി സപ്പോർട്ട് കണ്ടീഷനിലുള്ള ആ ലോഡ് ആക്ട് ചെയ്യുന്ന കറസ്പോണ്ടിങ് ആ ലോഡിന്റെ അണ്ടറിലുള്ള കറസ്പോണ്ടിങ് പൊസിഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയ പോലെ W/Δ K ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? K ഈസ് ഈക്വൽ ടു 3EIL ഡിവൈഡ് ബൈ A²B² എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. W ക്യാൻസൽ ആവും. ഓക്കെ, അപ്പം എക്സെൻട്രിക് ആയിട്ടുള്ളതിന്റെ ഇക്വേഷൻ ഇതാണ്. ഇനി അടുത്തത് മൂന്നാമത്തെ കേസ്, ഒരു കാൻഡിലിവർ ബീം, അതിന്റെ ഫ്രീ എൻഡിൽ ഒരു W എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യുന്നു. അങ്ങനെ ആവുമ്പോൾ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് നമുക്കറിയാം. ഫ്രീ എൻഡിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് WL³ ഡിവൈഡ് ബൈ 3EI എന്നുള്ളതാണ്. അപ്പൊ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് എന്താണ്? W/Δ എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിഫ്നെസ് 3EI/L³ എന്നുള്ള രീതിയിൽ കിട്ടും. മൂന്നാമത്തെ ഇക്വേഷനും കിട്ടി. അതേപോലെ ഇപ്പൊ ഒരു കോളം ആണെങ്കിൽ, കോളത്തിന്റെ ഒരെൻഡ് ഫിക്സ്ഡ് ആണെങ്കിൽ ഇതിപ്പോ ഓട്ടോമാറ്റിക്കലി മറ്റേ എൻഡ് ഇവിടെ കണക്റ്റഡ് ആയിരിക്കുമല്ലോ ബീമിലേക്ക്. അപ്പൊ നമ്മൾ ഈ എൻഡ് മാത്രം നോക്കിയാൽ മതി. ഇതിപ്പോ ഒരു ഫിക്സ്ഡ് എൻഡ് ആണ്. അപ്പൊ ഈ ഒരു എൻഡില് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു കോളത്തിൽ വരുന്ന സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് 12EI/L³ ആണ്. അപ്പൊ അതൊന്ന് ഓർക്കണം. അതുപോലെ ഇപ്പം ആ ഒരു കോളത്തിന്റെ ഒരു എൻഡ് ഹിഞ്ച്ഡ് എൻഡ് ആണ് വരുന്നതെങ്കിൽ അവിടെയുള്ള ഇക്വേഷൻ 3EI/L³ ആണ്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻസ് കുറച്ച് പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ആണ്. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത്
ഓരോ കേസിന്റെ ബീമിന്റെ കേസിലുള്ള സ്റ്റിഫ്നെസ് പറഞ്ഞു. അതുപോലെ സ്പ്രിങ് പാരലലി കണക്ട് ചെയ്യുമ്പോൾ ഉള്ള സ്റ്റിഫ്നെസിന്റെ ഇക്വേഷൻസ്, അതായത് ഇക്വലന്റ് സ്റ്റിഫ്നെസിന്റെ ഇക്വേഷൻ, അതുപോലെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉള്ള ഇക്വലന്റ് സ്റ്റിഫ്നെസിന്റെ ഇക്വേഷൻ പറഞ്ഞു. അതുപോലെ നമ്മൾ ബേസിക് ആയിട്ട് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ, ആംഗുലർ ഫ്രീക്വൻസി, ടൈം പീരീഡ്, നാച്ചുറൽ ഫ്രീക്വൻസിന്റെ ഒക്കെ ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞു. Determine the natural frequency of the system shown in figure, consisting of a weight of 50 Newton attached to a cantilever through the coil spring. K2 is equal to 20 Newton per meter. The cantilever cross section is 200 by 300 mm. E equal to 2.5 into 10 raised to 4 megapascal. L is equal to 2 meter. അപ്പൊ ഇതാണ് ഫിഗർ. ഓക്കെ, ഇവിടെ ഒരു കാൻഡിലിവർ പോർഷൻ ആണ്, ഒരു ബീം ഉണ്ട്. ഓക്കെ, ഒരു കാൻഡിലിവർ ബീം ആണ്. കാൻഡിലിവർ ബീമിന്റെ ലെങ്ത് 2 മീറ്റർ ആണ്. ഓക്കെ, L is equal to 2 മീറ്റർ ഇവിടെ ഗിവൺ ആണ്. അതിന്റെ ഫ്രീ എൻഡില് ഒരു സ്പ്രിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഒരു മാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കാണാം. ഡിറ്റർമൈൻ ദ നാച്ചുറൽ ഫ്രീക്വൻസി. നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസി ആണ് കണ്ടുപിടിക്കേണ്ടത്. നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? നാച്ചുറൽ ഫ്രീക്വൻസി എഫ് കണ്ടുപിടിക്കണം. ഓഫ് ദ സിസ്റ്റം ഷോൺ ഇൻ ഫിഗർ, കൺസിസ്റ്റിംഗ് ഓഫ് എ വെയിറ്റ് 50 ന്യൂട്ടൺ, മാസ് 50 ന്യൂട്ടൺ, വെയിറ്റ് 50 ന്യൂട്ടൺ ആണ്. മാസ് ആക്കി നമ്മൾ മാറ്റണം. ഓക്കെ, വെയിറ്റ് നമ്മൾ ന്യൂട്ടണിലും മാസ് കിലോഗ്രാമിലും ആണല്ലോ പറയാം. അപ്പൊ വെയിറ്റ് 50 ന്യൂട്ടൺ ആണ്. അറ്റാച്ച്ഡ് ടു എ കാൻഡിലിവർ ത്രൂ കോയിൽ സ്പ്രിംഗ്. അപ്പൊ സ്പ്രിംഗ് ഉണ്ട്, ആ സ്പ്രിംഗിന്റെ സ്റ്റിഫ്നെസ് തന്നിട്ടുണ്ട് 20 ന്യൂട്ടൺ പെർ മീറ്റർ. അപ്പം കെ നമുക്ക് ഓൾറെഡി ന്യൂട്ടൺ പെർ മീറ്ററിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. ദ കാൻഡിലിവർ ക്രോസ് സെക്ഷൻ ഈസ് 200 by 300. അതായത് ഈ ഒരു ബീമിന്റെ ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ടാവുക? മൊമെന്റ് ഓഫ് ഇനേഷ്യ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ? മൊമെന്റ് ഓഫ് ഇനേഷ്യ വേണ്ട, ഇക്വേഷനിലെല്ലാം EI എന്ന് പറയുന്ന ടേം വരുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഇവിടെ ഇയും തന്നിട്ടുണ്ട്, ഇസ് മോഡുലസ് 2.5 into 10 raised to 4 megapascal. അപ്പൊ യൂണിറ്റുകളൊക്കെ കൃത്യമായിട്ട് അറിയണം, അതിനനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സ്പാൻ L is equal to 2 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ ക്ലിയർ ആയിരുന്നു. അപ്പൊ ഇതൊന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ഇപ്പം ഇതെങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ. ഒരു ഫിക്സ്ഡ് എൻഡ് ഇവിടെ ഉണ്ട് അല്ലെ? ഫിക്സ്ഡ് എൻഡ് ഉണ്ട്. അടുത്ത ബീം വന്നു, ബീം കഴിഞ്ഞിട്ട് അടുത്ത വേറൊരു സ്പ്രിങ് വന്നു, പിന്നെ ഒരു മാസ് വന്നു അല്ലെ? ആ രീതിയിലല്ലേ വന്നിരിക്കുന്നത്? ഓക്കെ, അപ്പൊ ഏത് രീതിയിൽ അതിന്റെ അറേഞ്ച്മെന്റ് വന്നിട്ടില്ലേ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഫിക്സ്ഡ് ആയിട്ട് വന്നു, അതിനുശേഷം ബീം വന്നു. ഓക്കെ, ആ ബീമിന് ഒരു സ്റ്റിഫ്നെസ് ഉണ്ട്. അതിനുശേഷം അടുത്ത K2 എന്ന് പറയുന്ന ആ ഒരു എലമെന്റ് വന്നു. ഓക്കെ, ഇവിടെ അടുത്ത സ്റ്റിഫ്നെസ് സ്പ്രിങ്ങിന്റെ K2 എന്ന് പറയുന്ന സ്റ്റിഫ്നെസ് വന്നു, അതിനുശേഷം മാസ് വന്നു ഇവിടെ. ഓക്കെ, അപ്പൊ ഇതിന്റെ അറേഞ്ച്മെന്റ് ഒന്ന് നോക്കിക്കേ, ഏത് രീതിയിൽ അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ KB അല്ലെങ്കിൽ K ബീം എന്ന് പറഞ്ഞു കൊടുക്കാം. അതുപോലെ ഇവിടെ K2 ഉണ്ട്. അപ്പൊ ഏത് രീതിയിലാണ്, സീരീസ് ആണോ പാരലൽ ആണോ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ സീരീസ് അറേഞ്ച്മെന്റ് ആണുള്ളത് അല്ലെ? സീരീസ് ആയിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഓക്കെ, ഇവിടെ അടുത്ത സ്റ്റിഫ്നെസ് സ്പ്രിങ്ങിന്റെ K2 എന്ന് പറയുന്ന സ്റ്റിഫ്നെസ് വന്നു, അതിനുശേഷം മാസ് വന്നു ഇവിടെ. ഓക്കെ, അപ്പൊ ഇതിന്റെ അറേഞ്ച്മെന്റ് ഒന്ന് നോക്കിക്കേ, ഏത് രീതിയിൽ അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ KB അല്ലെങ്കിൽ K ബീം എന്ന് പറഞ്ഞു കൊടുക്കാം. അതുപോലെ ഇവിടെ K2 ഉണ്ട്. അപ്പൊ ഏത് രീതിയിലാണ്, സീരീസ് ആണോ പാരലൽ ആണോ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ സീരീസ് അറേഞ്ച്മെന്റ് ആണുള്ളത് അല്ലെ? സീരീസ് ആയിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഇവിടെ ബീമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റിഫ്നെസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലെ? നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് നാച്ചുറൽ ഫ്രീക്വൻസി ആണ്. അപ്പൊ നാച്ചുറൽ ഫ്രീക്വൻസി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ആംഗുലർ ഫ്രീക്വൻസിയിലേക്ക് പോവാം അല്ലെ? ആംഗുലർ ഫ്രീക്വൻസി കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം, √K/m ചെയ്യണം. അപ്പൊ √K/m ചെയ്യണമെങ്കിൽ ഇവിടെ K വാല്യൂ നമുക്ക് അവൈലബിൾ ആണ് അല്ലെ? എങ്ങനെ K വാല്യൂ അവൈലബിൾ ആക്കാം? ഇവിടെ K ബീം ഉണ്ട്, K2 ഉണ്ട്. അത് രണ്ടിന്റെയും കൂടി ഇക്വലന്റ് സ്റ്റിഫ്നെസ് ആണ്, അല്ലെങ്കിൽ എഫക്റ്റീവ് സ്റ്റിഫ്നെസ് ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട K. അപ്പോൾ അത് നമുക്ക് ഇവിടെ കിട്ടേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ബീമിൽ വരുന്ന സ്റ്റിഫ്നെസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പൊ K ബീം എന്ന് പറയുന്നത് എന്താ? ഇതിപ്പോ ഒരു കാൻഡിലിവർ ആണ്.
അതിന്റെ ഫ്രീ എൻഡിൽ ലോഡ് ആക്ട് ചെയ്യുന്നു അല്ലെ. ഫ്രീ എൻഡിൽ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റിഫ്നെസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു 3EI/L³ ആണ്. അപ്പൊ ഇവിടെ 3E വാല്യൂ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. മെഗാ പാസ്കൽ എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ യൂണിറ്റ് വരുന്നത്? മെഗാ പാസ്കൽ എന്ന് പറയുമ്പോൾ അത് ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ് അല്ലെ. മെഗാ പാസ്കൽ എന്ന് പറയുമ്പോൾ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറിലാണ് ആ വാല്യൂ ഉള്ളത് മെഗാ പാസ്കൽ എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പൊ ഇവിടെ 2.5 × 10⁴. ഓക്കെ, ഇനി അടുത്തത് 3EI. I എന്ന് പറയുമ്പോൾ അത് തന്നെ ഓൾറെഡി തന്നിട്ടുള്ളത്. നമ്മളിപ്പോ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതുകൊണ്ട് നമുക്ക് ഇതും മില്ലിമീറ്ററിൽ തന്നെ കൊടുക്കാം. അപ്പൊ BD³/12 റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണല്ലോ ബീമിന്. അപ്പൊ 200/300 നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുമ്പോൾ BD³/12 ആയിരിക്കും. അപ്പൊ അത് ചെയ്യാം. 200 × 300³/12 ഡിവൈഡഡ് ബൈ L³. ഓക്കെ, സ്പാൻ നമുക്ക് തന്നിട്ടുണ്ട് L2 മീറ്റർ ആണ്. അപ്പൊ മീറ്റർ ആകുമ്പോൾ അത് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4218.75 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോ ഇത് ഈ കിട്ടിയിരിക്കുന്ന K എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മില്ലിമീറ്ററിലാണ്. നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ന്യൂട്ടൺ പെർ മീറ്ററിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അതുപോലെ K2 നമുക്ക് തന്നിരിക്കുന്ന ന്യൂട്ടൺ പെർ മീറ്ററിലാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഈ കിട്ടിയിരിക്കുന്നതിനെ ന്യൂട്ടൺ പെർ മീറ്ററിലേക്ക് മാറ്റണം. ഇപ്പൊ ന്യൂട്ടൺ പെർ മീറ്ററിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? × 10⁻³ ചെയ്താൽ മതി അല്ലെ. നെ മീറ്ററിലേക്ക് മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? × 10⁻³ ചെയ്യണം. അപ്പൊ ഡിവൈഡ് ബൈ ആണുള്ളത്. അപ്പൊ മോഡിലേക്ക് വരുമ്പോൾ × 10⁻³ എന്നുള്ള രീതിയിലായിരിക്കും വരിക. അപ്പൊ ഈ ആൻസറിന് × 10⁻³ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂട്ടൺ പെർ മീറ്ററിൽ കിട്ടും. അപ്പൊ നമുക്ക് K കിട്ടി, ബീമിന്റെ സ്റ്റിഫ്നെസ് കിട്ടി. സ്പ്രിങ്ങിന്റെ സ്റ്റിഫ്നെസ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, 20 ന്യൂട്ടൺ പെർ മീറ്റർ. ഇനി എന്ത് ചെയ്യണം? ബീമും സ്പ്രിങ്ങും എങ്ങനെയാ കണക്ട് ചെയ്തിരിക്കുന്നത്? സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സീരീസ് ആണെങ്കിൽ ഇക്വേഷൻ എന്താ? ഇക്വലന്റ് സ്റ്റിഫ്നെസ് അല്ലെ. ഇക്വലന്റ് സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ എഫക്റ്റീവ് സ്റ്റിഫ്നെസ് ഈസ് ഈക്വൽ ടു 1/K1 + K2 എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇവിടെയുള്ള ആദ്യത്തത് K ബീം ആണ്. അപ്പൊ 1/K ബീം + 1/K2. അപ്പൊ K ബീം നമുക്ക് കിട്ടി, ആ വാല്യൂ കൊടുക്കാം. K2 20 കിട്ടി. അപ്പൊ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/K equivalent is equal to എന്ന് പറഞ്ഞാണ് കിട്ടുക. അപ്പൊ അതിനെ K equivalent ആക്കുമ്പോൾ അതിന്റെ തിരിച്ചിടണം, റെസിപ്രോക്കൽ എടുക്കണം. അപ്പൊ തിരിച്ചിടുമ്പോൾ എന്തായിരിക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ? K is equal to 19.9 ന്യൂട്ടൺ പെർ മീറ്റർ എന്നുള്ള രീതിയിലായിരിക്കും K equivalent കിട്ടുന്നത്. അപ്പോൾ K കിട്ടി. K കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആംഗുലാർ ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് √K/m ആണ്. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ ഒമേഗ നമുക്ക് കിട്ടും. K എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്ററിലാണ്. മാസ് നമ്മൾ കൊടുക്കേണ്ടത് കിലോഗ്രാമിലാണ് കൊടുക്കേണ്ടത് കേട്ടോ. മാസ് കിലോഗ്രാം, അതായത് മാസ് എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് എന്ത് തന്നെയാണ്? കിലോഗ്രാം ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് എന്ന് പറഞ്ഞു തരും. അപ്പൊ അതിനെ മാസ് ആക്കി മാറ്റണം. മാസ് ആക്കാൻ ന്യൂട്ടൺ എങ്ങനെയാ മാസ് ആക്കുക? ഡിവൈഡ് ബൈ 9.81 ചെയ്യണം. ഓക്കെ, അപ്പൊ 50 / 9.81 ചെയ്തു. അപ്പോൾ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ 50/9.81 ചെയ്ത് കഴിഞ്ഞാൽ ആംഗുലാർ ഫ്രീക്വൻസി 1.98 കിട്ടും. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ നാച്ചുറൽ ഫ്രീക്വൻസി ആണ്. ദാറ്റ് ഈസ് ω/2π. ചെയ്ത് കഴിഞ്ഞാൽ 0.315 ഹെർട്സ് എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പം ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോവാ. പെട്ടെന്ന് ചെയ്യാം. ഡിറ്റർമൈൻ ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഫോർ ദ സിസ്റ്റം ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ ഒരു സിസ്റ്റം ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. അതില് സ്പ്രിങ്ങുകൾ തന്നിട്ടുണ്ട്. 2 സ്പ്രിങ്ങുകൾ ഉണ്ട്. അതിന്റെ സ്റ്റിഫ്നെസ് KK തന്നെയാണ്. ഒരു മാസ് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള ബീമിന്റെ യങ്സ് മോഡുലസ് E, അതുപോലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ I, ലെങ്ത് L ആണ്. അപ്പൊ ഇതിൽ കുറച്ച് വാല്യൂസ് ഓൾറെഡി തന്നിട്ടുണ്ട്. L എന്ന് പറയുന്നത് 3.5 ആണ് സ്പാൻ. EI എന്ന് പറയുന്ന വാല്യൂ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. 2 × 10⁻12 ന്യൂട്ടൺ മില്ലിമീറ്റർ സ്ക്വയർ. K വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ന്യൂട്ടൺ പെർ മില്ലിമീറ്ററിലാണ് തന്നിട്ടുള്ളത്. K is equal to 100 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ. ആൻഡ് മാസ് M നമുക്ക് തന്നിട്ടുണ്ട്. അത് കിലോഗ്രാമിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. 2500 കിലോഗ്രാം. ഓക്കെ, അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ നാച്ചുറൽ ഫ്രീക്വൻസി ആണ് ഇവിടെയും കണ്ടുപിടിക്കേണ്ടത്. ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഇതെങ്ങനെയാ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് നോക്കിക്കേ. ഇവിടെ ഒരു ഫിക്സ്ഡ് എൻഡ് ഉണ്ട് അല്ലെ, അത് മാസിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അടുത്ത ഇവിടെയുള്ള ഒരു സ്പ്രിങ്, അതും മാസിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇവിടെയുള്ള സ്പ്രിങ് മാസിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അപ്പൊ എങ്ങനെയായിരിക്കും അത് വരിക? പാരലൽ ആയിരിക്കും അല്ലെ. അതായത് ഇവിടെ
ഫിക്സ്ഡ് എൻഡ് അത് മാസിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അടുത്ത ഫിക്സ്ഡ് എൻഡ് അത് ഇതിലേക്ക് മാസിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. മൂന്നാമതും അത് മാസിലേക്ക് തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അപ്പം ഇത് ഏത് രീതിയിലുള്ള അറേഞ്ച്മെന്റ് ആണ്? പാരലൽ അറേഞ്ച്മെന്റ് ആണ് വരുന്നത് അല്ലെ. പാരലൽ അറേഞ്ച്മെന്റ് ആണ്. മൂന്നും തമ്മിൽ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ രണ്ടിടത്തുള്ള സ്റ്റിഫ്നെസ് സെയിം ആണ്. അതിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. പക്ഷെ യൂണിറ്റ് ഒന്ന് ശ്രദ്ധിക്കുക, ന്യൂട്ടൺ പെർ മില്ലിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അവിടെ നിന്നോട്ടെ. നമുക്ക് ചെയ്യുമ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് ആദ്യം ഈ ബീമിന്റെ സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കാം അല്ലെ. ബീം എന്റെ 3EI/L³ എന്നുള്ളതാണ് സ്റ്റിഫ്നെസിന്റെ ഇക്വേഷൻ. ഇപ്പൊ 3 × EI ഓൾറെഡി തന്നിട്ടുണ്ട്. ന്യൂട്ടൺ മില്ലിമീറ്റർ സ്ക്വയറിലാണ് EIന്റെ വാല്യൂ. ഇപ്പൊ 2 × 10⁻². അപ്പൊ ആ യൂണിറ്റ് തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഡിവൈഡ് ബൈ L 3.5 മീറ്റർ ആണ്. അപ്പൊ അതിനെ mm-ലാക്കി 3500³ എന്നുള്ള രീതി കൊടുത്തു. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഈ രീതിയിലായിരിക്കും. ന്യൂട്ടൺ പെർ മില്ലിമീറ്ററിലായിരിക്കും കിട്ടുക. 139.94 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്റ്റിഫ്നെസ് നമുക്ക് കിട്ടും. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. ഇനി ബീം ആൻഡ് സ്പ്രിങ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. ബീമും സ്പ്രിങ് എല്ലാം പാരലലിൽ തന്നെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിന്റെ എൻഡിലേക്ക് മാസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു ആ രീതിയിൽ. അപ്പം ഇക്വലന്റ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? പാരലൽ ആയതുകൊണ്ട് ഇക്വേഷൻ എങ്ങനെയാ വരുന്നത്? കെ ബീം പ്ലസ് കെ പ്ലസ് കെ അല്ലെ, അതായത് K1 പ്ലസ് K2 പ്ലസ് K3 ആ രീതിയിലായിരിക്കും. അപ്പൊ കെ ബീം നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അത് ന്യൂട്ടൺ പെർ mm-ലാണ്. അതുപോലെ രണ്ടും ഇത് 100 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ, ഇത് ന്യൂട്ടൺ പെർ mm-ൽ തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ സെയിം യൂണിറ്റ് എന്നിട്ട് ആഡ് ചെയ്യാം. അപ്പൊ 139.94 പ്ലസ് K100 പ്ലസ് 100. അപ്പം മൂന്നും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 339.94 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ എന്ന് പറഞ്ഞു കിട്ടും ഇക്വലന്റ് സ്റ്റിഫ്നെസ്. ഓക്കെ, അപ്പൊ നമുക്ക് ആംഗുലാർ ഫ്രീക്വൻസിന്റെ ഇക്വേഷനിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് എന്തായി മാറണം? ന്യൂട്ടൺ പെർ മീറ്റർ ആയി മാറണം. അപ്പൊ ന്യൂട്ടൺ പെർ മീറ്ററിലാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു 10⁻³ ചെയ്യണം. അപ്പൊ 339.94 ഇൻറ്റു 10⁻³ ചെയ്യുമ്പോൾ 339.940 ന്യൂട്ടൺ പെർ മീറ്റർ എന്നുള്ള രീതി കിട്ടും. അത് നമുക്ക് ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒമേഗ =K/m√K/m, അതായത് ഇവിടെ ഇക്വലന്റ് സ്റ്റിഫ്നെസ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ഈ വാല്യൂ 339.940 ന്യൂട്ടൺ പെർ മീറ്ററിലും മാസ് കിലോഗ്രാമിലും കൊടുക്കണം. ഇവിടെ ഓൾറെഡി കിലോഗ്രാമിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പൊ അത് കൊടുത്തു. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ 11.66 റേഡിയൻസ് പെർ സെക്കൻഡ് എന്നുള്ള രീതി കിട്ടും. ഓക്കെ, അപ്പൊ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ω/2π. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീക്വൻസി 1.85 Hz. അപ്പൊ ഈ ഒരു ആൻസർ ആണ് നമുക്ക് കിട്ടേണ്ടത്. Set up the equation of motion and hence determine the natural frequency for small vertical vibrations of the idealization shown in figure. Okay, set up equation of motion. അപ്പോൾ equation of motion എഴുതണം. And hence, okay, അതിനുശേഷം എന്ത് ചെയ്യണം? നാച്ചുറൽ ഫ്രീക്വൻസി F കണ്ടുപിടിക്കണം for small vertical vibration. ഇവിടെ ഉണ്ടാകുന്ന വൈബ്രേഷൻ വെർട്ടിക്കൽ വൈബ്രേഷൻ ആണ്. ആ വെർട്ടിക്കൽ വൈബ്രേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നാച്ചുറൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആ വൈബ്രേഷൻ ഫ്രീക്വൻസി എത്രയാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ ലെങ്ത് തന്നിട്ടുണ്ട്. ബീമിന്റെ 3 മീറ്റർ ആണ്. അതുപോലെ EI രണ്ടും കൂടി ഒന്നിച്ച് തന്നിട്ടുണ്ട്. 27 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ്. 27 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. അതുപോലെ K1 K2 സെയിം ആണ്. അതിന്റെ വാല്യൂ 3 ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. അതുപോലെ മാസ് തന്നിട്ടുണ്ട്. മാസിന്റെ കിലോഗ്രാമിൽ തന്നെ 3 കിലോഗ്രാം ആണ്. ഓക്കെ, അപ്പൊ L 3 മീറ്റർ, EI ബീമിൻ്റെത് 27 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ, K1 ആൻഡ് K2 തന്നിട്ടുണ്ട്. മാസ് 3 കിലോഗ്രാം. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ ഫോം ചെയ്യണം. നമുക്കറിയാലോ ഇവിടെ എങ്ങനെയാ ഇക്വേഷൻ ഓഫ് മോഷൻ ഫോം ചെയ്യാം. ഇതിൽ ഡാമിംഗ് എലമെന്റ് ഒന്നും ഇപ്പൊ ഇതിൽ തന്നിട്ടില്ല. ഓക്കെ, ഇവിടെ ഇപ്പം മാസ് എലമെന്റ് ഉണ്ട്, അതുപോലെ സ്റ്റിഫ്നെസിന്റെ എലമെന്റ് ഉണ്ട്. അപ്പൊ അത് രണ്ടും വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ ഫോം ചെയ്യാം. എക്സൈറ്റിംഗ് ഫോഴ്സ് ഒന്നും ഇവിടെ തന്നിട്ടില്ല. അപ്പൊ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഫോം ചെയ്യാൻ പറ്റും. രണ്ട് മാത്രമേ ഉള്ളൂ. എക്സൈറ്റിംഗ് ഫോഴ്സും ഡാമിംഗ് എലമെന്റും ഇല്ലല്ലോ. ബാക്കിയുള്ളത് വെച്ചിട്ട് മാസും മാസ് എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സും അല്ലെ, അല്ലെങ്കിൽ മാസ് എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റും അതുപോലെ സ്പ്രിംഗ് എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ അതൊന്ന് കണ്ടുപിടിച്ച് ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്താ വരിക എന്നുള്ളതും ആ വാല്യൂസ് വെച്ചിട്ട് പറയണം. അപ്പം അവിടെ ടോട്ടൽ K എത്രയാന്നുള്ള ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതുപോലെ
അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലാസ്റ്റ് നാച്ചുറൽ ഫ്രീക്വൻസിയിലേക്കും നമ്മൾ എത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഒന്ന് ചെയ്ത് നോക്കേ. ഇതില് ഫിഗർ ഒക്കെ വളരെ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഒന്ന് നോക്കിക്കേ ഇതിൽ എങ്ങനെയാ ഇതിന്റെ കണക്ഷൻ വന്നിരിക്കുന്നതെന്ന്. ഇപ്പൊ നോക്കിയോ, ഇവിടെ ഫിക്സ്ഡ് എൻഡ് ആണ്, ഇവിടെയും ഫിക്സ്ഡ് എൻഡ് ആണ്. ഇത് തമ്മിൽ കണക്ഷൻ വന്നിട്ടില്ല. ഇതിന് ശേഷം ഇത് രണ്ടും കൂടി ഒന്നിച്ച് ഇങ്ങോട്ടേക്ക് പോകുന്നു. ഓക്കെ, അതായത് ജോയിൻ ആയി. ഇപ്പൊ ഒന്ന് നോക്കിക്കഴിഞ്ഞാല് ഇവിടെ ഒരു ഫിക്സ്ഡ് എൻഡ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഫിക്സ്ഡ് എൻഡ് ഉണ്ട്. അപ്പൊ അത് തമ്മിൽ കണക്ട് ആയിരിക്കുന്നു. ഓക്കെ, തമ്മിൽ കണക്ട് ആയിരിക്കുന്നു. അതിനുശേഷം ഇതിന് രണ്ടിന്റെയും ഇക്വലന്റ് ആയിട്ടുള്ള സ്റ്റിഫ്നെസ് ആണ് അടുത്ത K2ലേക്ക് പോകുന്നത്. അപ്പം ഇത് രണ്ടും കണക്ട് ചെയ്തിരിക്കുന്നത് പാരലലി ആണ്. ഇത് രണ്ടും പാരലലി ആണ്. ഓക്കെ, ഇത് രണ്ടും പാരലലി ആണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഇക്വലന്റ് സ്റ്റിഫ്നെസ് ഈ K2 ആയിട്ട് സീരീസിലുമാണുള്ളത്. ഓക്കെ, പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇതിന്റെ കണക്ഷൻ നോക്കിക്കോ, ഇവിടെ ഫിക്സ്ഡ് ആണ്, ഇവിടെയും ഫിക്സ്ഡ് ആണ്. ഇതൊരു പോയിന്റിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ ഒരു പോയിന്റിലേക്ക് കണക്ഷൻ വരുന്നു. അപ്പൊ അവിടെ ഡയറക്റ്റ് മാസ് ഇല്ലാന്നേ ഉള്ളൂ, പക്ഷെ രണ്ടും ഒരു പോയിന്റിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ഏത് രീതിയിലായിരിക്കും വരുന്നത്? ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് പാരലലി ആണ് ഈ രണ്ട് കമ്പോണൻസിന്റെ സ്റ്റിഫ്നെസ് കണക്ഷൻ വരുന്നത്. അതിനുശേഷം ഇതിന്റെ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളതാണല്ലോ ഇതിന്റെ ഇക്വലന്റ് സ്റ്റിഫ്നെസ്. വേണമെങ്കിൽ നമുക്ക് അതിനെ K ഇക്വലന്റ് 1 എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ ഇതിനെ രണ്ടിനും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഇക്വലന്റ് സ്റ്റിഫ്നെസ്, ഓക്കെ, അത് K ഇക്വലന്റ് 1 ആണെങ്കിൽ അതും K2 തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന സീരീസ് ആയിട്ടാണ്. അപ്പൊ ആ ഒരു ഫിഗറിന് അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് രണ്ടും തമ്മിൽ പാരലലിയും ഇതിന്റെ ഈ രണ്ടിന്റെയും ഇക്വലന്റ് സ്റ്റിഫ്നെസ്സും ഇതും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന സീരീസ് ആയിട്ടുമാണ്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലാണ് കണക്ഷൻ വരുന്നത്. അപ്പൊ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും അത് മനസ്സിലാക്കാനായിട്ട്. അപ്പൊ ഇതിന്റെ നമുക്ക് ആദ്യം ബീമിന്റെ സ്റ്റിഫ്നെസ് നോക്കാം. ബീമിന്റെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് 3EI/L³ ആണ്. അപ്പൊ ഇതിൽ ഓൾറെഡി EI വാല്യൂ തന്നിട്ടുണ്ട്, 27 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ് EI. L നമുക്ക് തന്നിട്ടുള്ളത് മീറ്ററിലാണ്. അപ്പം കുഴപ്പമില്ല, നമുക്ക് ഡയറക്റ്റ് തന്നെ കൊടുക്കാം. 3 × 27/3³ ചെയ്ത് കഴിഞ്ഞാൽ 3 ന്യൂട്ടൺ പെർ മീറ്റർ കിട്ടും സ്റ്റിഫ്നെസ് ഓഫ് ബീം. ഓക്കെ, ബീം ആൻഡ് സ്പ്രിംഗ് 1 ആർ കണക്റ്റഡ് ഇൻ പാരലൽ. അതായത് സ്പ്രിംഗ് 1 ഇതാണ്, ഇതും ഈ ഒരു ബീമും പാരലലി ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് പാരലലി ആണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വലന്റ് സ്റ്റിഫ്നെസ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള. ഓക്കെ, അപ്പം K ഇക്വലന്റ് 1 എന്ന് പറയുന്നത് K ബീം പ്ലസ് K1 ആയിരിക്കും. അപ്പം പാരലൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആഡ് ചെയ്യാം. അപ്പൊ K ബീം നമുക്ക് 3 എന്ന് പറഞ്ഞ് കിട്ടി. K1 ആൻഡ് K2 3 തന്നെയാണ്. അപ്പൊ ന്യൂട്ടൺ പെർ മീറ്ററിൽ തന്നെയാണ് നമുക്കിപ്പം കിട്ടിയിരിക്കുന്നത്, ന്യൂട്ടൺ പെർ മീറ്ററിലാണ്. അപ്പൊ രണ്ടും ഡയറക്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് 6 ന്യൂട്ടൺ പെർ മീറ്റർ എന്നുള്ള രീതി കിട്ടും. ഓക്കെ, അപ്പൊ K ഇക്വലന്റ് 1 കിട്ടി. ഇനി K ഇക്വലന്റ് 1ഉം K ഇക്വലന്റ് 1ഉം അതുപോലെ K2ഉം കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് ഇത് രണ്ടും പാരലൽ ആയിരുന്നു. അപ്പൊ അതിപ്പോ നമ്മൾ അതിന്റെ കോമ്പിനേഷൻ എടുത്തു, രണ്ടും കൂടി കമ്പൈൻ ചെയ്തെടുത്തു. ആ ഒരു സ്റ്റിഫ്നെസ്സും K2ഉം തമ്മിൽ സീരീസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സ്പ്രിംഗ് 2 ഈസ് ഇൻ സീരീസ് വിത്ത് K ഇക്വലന്റ് 1. അപ്പൊ K ഇക്വലന്റ് 1ഉമായിട്ട് സീരീസ് ആയിട്ടാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മുടെ ഇക്വേഷൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഇക്വലന്റ് സ്റ്റിഫ്നെസ് K ഇക്വലന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം K ഇക്വലന്റ് 1/K ഇക്വലന്റ് ഈസ് ഈക്വൽ ടു 1/K ഇക്വലന്റ് 1 പ്ലസ് 1/K2. അപ്പം ഇവിടെ K2ന്റെ വാല്യൂ അവൈലബിൾ ആണ്, K ഇക്വലന്റിന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം 1/K ഇക്വലന്റ് ഈസ് ഈക്വൽ ടു 1/6 പ്ലസ് 1/3 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് K ഇക്വലന്റ് ഈസ് ഈക്വൽ ടു 2 ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് കിട്ടും. അപ്പൊ ഈ മാസിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ മാസിലേക്ക് വരുന്ന ആ സ്പ്രിങ്ങുകളിൽ അല്ലെങ്കിൽ ഇവിടെ വരുന്ന ടോട്ടൽ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് സ്പ്രിങ്ങിൽ നിന്നും ബീമിൽ നിന്നും കൂടി എല്ലാം കമ്പൈൻ ചെയ്ത് വരുന്ന സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് 2 ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് കിട്ടി, സ്റ്റിഫ്നെസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഈ മാസിന്റെ വാല്യൂ നമുക്കറിയാം 3 കിലോഗ്രാം ആണ്, അത് ഓൾറെഡി ഗിവൺ ആണ്. അപ്പൊ നമ്മളോട് ഇക്വേഷൻ ഓഫ് മോഷൻ ഇവിടെ ഫോം ചെയ്യാൻ പറയുന്നുണ്ട് അല്ലെ. ഇക്വേഷൻ ഓഫ് മോഷൻ ഫോം ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് വരിക. അതിന്റെ ഒരു മോഡൽ ഈ രീതിയിലാണ്. അപ്പൊ ഇതിന്റെ അകത്ത് എന്തൊക്കെയില്ല, എക്സൈറ്റിംഗ് ഫോഴ്സ് ഇല്ല, ഒരു മിനിറ്റ് ഞാൻ ഒന്ന് കണ്ടിന്യൂ ചെയ്തോട്ടെ, ലാസ്റ്റ് കണ്ടിന്യൂ. ഓക്കെ, ഇതിപ്പോ നമ്മുടെ ഡാമ്പിങ്ങിന്റെ എലമെന്റും ഇല്ല, എക്സൈറ്റിംഗ് ഫോഴ്സിന്റെ എലമെന്റും നമുക്കിവിടെ ഇല്ല. അപ്പം ഇതിന്റെ അകത്ത് മാസ് എലമെന്റും അതുപോലെ തന്നെ ഈക്വലന്റ് അതായത് സ്പ്രിങ്ങിന്റെ ആ ഒരു കമ്പണന്റേ ഉള്ളൂ. അപ്പൊ അത് രണ്ടും വെച്ചിട്ടാണ് നമ്മുടെ ഒരു ഡയഗ്രാം വരുന്നത്. ഓക്കെ, നമ്മുടെ ഡയഗ്രാം വരുന്നത് അല്ലെങ്കിൽ അതിന്റെ മോഡൽ വരുന്നത് ഈ രീതിയിലാണ്.
ഓക്കെ, അപ്പൊ ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇക്വേഷൻ മോഷൻ എഴുതുമ്പോൾ എന്താണ് ഇക്വേഷൻ ഓഫ് മോഷൻ? ഡാമിംഗ് എലമെന്റും എക്സൈറ്റിംഗ് ഫോഴ്സും ഇല്ലാതെ വരുമ്പോൾ എം ഇൻറ്റു യു ഡബിൾ ഡോട്ട് അല്ലെങ്കിൽ എം ഇൻറ്റു എക്സ് ഡബിൾ ഡോട്ട് ആയിരിക്കും. മാസ് ഇൻറ്റു ആക്സലറേഷൻ പ്ലസ് സ്റ്റിഫ്നെസ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് കെ ഇൻറ്റു യു ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ്. അപ്പൊ എം നമുക്ക് അറിയാം, നമുക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി 3 ആണ്. അതുപോലെ കെ നമ്മളിപ്പോ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. കെ എന്ന് പറയുന്നതും കെ പറയുന്നത് 2 ആണ്. അപ്പൊ നമുക്ക് 3 ഇൻറ്റു displacement, sorry, acceleration u double dot plus 2 into displacement u is equal to 0. അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ. ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ ഫോം ചെയ്തു. ഇനി നമുക്ക് ആംഗുലർ ഫ്രീക്വൻസിയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് കെ ബൈ എം. അപ്പൊ ഇതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. അതുപോലെ തന്നെ മാസ് കിലോഗ്രാമിലാണ്. അപ്പം 2/3 ചെയ്ത് കഴിഞ്ഞാൽ 0.816 റേഡിയൻസ് പെർ സെക്കൻഡ് കിട്ടും. എഫ് എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ 2π ചെയ്താൽ 0.129 ഹേർട്സ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഇതാണ് ഇതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി വരുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ആൻഡ് ടൈം പീരീഡ് ഓഫ് വൈബ്രേഷൻ ഫോർ ദ സിസ്റ്റം ഷോൺ ഇൻ ഫിഗർ. EI is equal to 6000 into 10⁹ ന്യൂട്ടൺ millimeter square. അപ്പം ഇതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും ടൈം പീരീഡും കണ്ടുപിടിക്കണം ഈ ഒരു ഫിഗറിൽ തന്നിരിക്കുന്ന പ്രകാരം. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് കാണാം ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്. അതിലേക്ക് ഒരു സ്പ്രിംഗ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. സ്പ്രിംഗിന്റെ അറ്റത്തേക്ക് ഒരു മാസ് 100 കിലോഗ്രാമിന്റെ ഒരു മാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിലാണ് ഫിഗർ വരുന്നത്. നമുക്ക് നാച്ചുറൽ ഫ്രീക്വൻസി ആൻഡ് ടൈം പീരീഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് ഇപ്പം ഇതൊരു ബീമാണ് അല്ലെ, മേലെ ഫുള്ളായിട്ട് ഒരു ബീമാണ്. അപ്പൊ അതിൽ എക്സെൻട്രിക് ആയിട്ടാണ് എക്സെൻട്രിക് ആയിട്ടാണ് ഇതിലേക്ക് കണക്ഷൻ വന്നിരിക്കുന്നത്. മീൻസ് ആ ലോഡ് ആക്ട് ചെയ്യുന്നത് ഈ എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ കണക്ട് ചെയ്തിട്ടുള്ള സ്പ്രിംഗ് ലോഡാണ്. ഓക്കെ, അപ്പം വേണമെങ്കിൽ നമുക്ക് പറയാം മാസ് വന്നിരിക്കുന്നത് ഒരു എക്സെൻട്രിക് ഡിസ്റ്റൻസിലാന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബീം ഉണ്ട്. ആ ബീമിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റിഫ്നെസ് ഉണ്ട്. അപ്പൊ അതും അതിന്റെ താഴെയുള്ള ആ ഒരു സ്പ്രിങ്ങിന്റെ സ്റ്റിഫ്നെസ്സും എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഏത് രീതിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. അതായത് ഇതിന് കറസ്പോണ്ടിങ്, ഈ ബീമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റിഫ്നെസ് ഇവിടെ വരും. ദാറ്റ് ഈസ് കെ ബീം. അതിനുശേഷം അടുത്ത കെ വരും. ആ ഒരു സ്പ്രിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റിഫ്നെസ് കെ വരും. ഓക്കെ, അതിനുശേഷമാണ് മാസ് വന്നിരിക്കുന്നത്. ഇവിടെയാണ് 100 കിലോഗ്രാമിന്റെ മാസ് വന്നിരിക്കുന്നത്. അപ്പൊ കണക്ഷൻ എന്ന് പറയുന്നത് സീരീസ് ആയിട്ടുള്ള കണക്ഷൻ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ കെ ബീം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അതിനുള്ള ഇക്വേഷൻ എക്സെൻട്രിക് ആയിട്ട് വരുമ്പോൾ 3EIL ഡിവൈഡ് ബൈ A² B² എന്നുള്ളതാണ് സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ അതിൽ നമുക്ക് EI വാല്യൂ ഒന്നിച്ച് തന്നിട്ടുണ്ട്. 6000 into 10⁹ ന്യൂട്ടൺ millimeter square എന്നുള്ള വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനെ നമുക്ക് 6 into 10⁻² എന്നുള്ള രീതിയിൽ എഴുതാം. ഓക്കെ, പിന്നെയുള്ളത് എൽ വാല്യൂ 5 മീറ്റർ ആണ്. അപ്പൊ നമുക്ക് ഇത് ഓൾറെഡി mm ആയതുകൊണ്ട്, ന്യൂട്ടൺ mm² ആയതുകൊണ്ട് നമുക്കത് mm തന്നെ കൊടുക്കാം. 5000 mm². A² B². A എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്, ദാറ്റ് ഈസ് 2000. ആൻഡ് ബി എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്, 3000 mm. അപ്പൊ ഇക്വേഷനിൽ കൊടുക്കാം 2000² 3000². സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടും 2500 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ എന്ന് കിട്ടും. കാരണം എല്ലാം നമ്മൾ മില്ലിമീറ്ററിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം സ്റ്റിഫ്നെസ് ഓഫ് ദ ബീം ഈസ് 2500 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ. ഇനി ഈ ബീമും ഈ സ്പ്രിങ്ങും കണക്ട് ചെയ്തിരിക്കുന്ന സീരീസ് ആയിട്ടാണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/k equivalent is equal to 1/k beam plus 1/k ആ രീതിയിലായിരിക്കും. അപ്പം ഇവിടെ k beam നമുക്ക് കിട്ടി ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ. അപ്പൊ അത് അതുപോലെ തന്നെ കൊടുക്കാം 1/2500 പ്ലസ് 1/k. k ഇവിടെ തന്നിട്ടുണ്ട് 800 ന്യൂട്ടൺ പെർ മില്ലിമീറ്ററിൽ തന്നെ തന്നിട്ടുള്ള സെയിം യൂണിറ്റ് ആണ്. 1/800 സെയിം യൂണിറ്റ് തന്നെ കൊടുത്തു. അപ്പോൾ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് k equivalent is equal to 606.06 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ എന്നുള്ള രീതിയിലായിരിക്കും. ഓക്കെ, ഇതിനെ നമുക്ക് ന്യൂട്ടൺ പെർ മീറ്റർ ആക്കണം. കാരണം സ്റ്റിഫ്നെസ് ന്യൂട്ടൺ പെർ മീറ്ററിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? ഇൻറ്റു 10⁻³ ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6.06 into 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ എന്നുള്ള രീതിയിൽ കിട്ടും. ഇനി ആംഗുലർ ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക √k/m. അപ്പോൾ മാസ് നമുക്ക് കിലോഗ്രാം 100 ആണ്. അപ്പം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 6.06 into 10⁵ ഡിവൈഡഡ് ബൈ 100 അതിന്റെ റൂട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് 77.85 റേഡിയൻസ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് കിട്ടും.
നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഫ്രീക്വൻസി പറഞ്ഞിട്ടുണ്ട് അല്ലെ, നാച്ചുറൽ ഫ്രീക്വൻസി ആൻഡ് ടൈം പീരീഡ് ആണ്. അപ്പൊ ടൈം പീരീഡ് നമുക്ക് കണ്ടുപിടിക്കാം. ടൈം പീരീഡിന്റെ വാല്യൂ വിൽ ബി 2π/ω അല്ലെ, ദാറ്റ് ഈസ് 0.0807. ഇനിയിപ്പോ ഫ്രീക്വൻസി ആണെങ്കിലോ, ഫ്രീക്വൻസി ആണെങ്കിൽ 77.85 ഡിവൈഡഡ് ബൈ 2π, 77.85 ഡിവൈഡഡ് ബൈ 2π. അതിന്റെ വാല്യൂ വരുന്നത് 12.39 ആണോ? 12.39 ഹെർട്സ്. ഇതാണ് frequency value and time period is 0.0807. okay, angular frequency 77.85 radians per second ആണ്. ഇക്വേഷനും കൂടി നോക്കാനുണ്ട്, ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ. അപ്പൊ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തത് ആ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫ്രീ അൺഡാംഡ് വൈബ്രേഷൻ ആയിരുന്നു അല്ലെ. ഫ്രീ അൺഡാംഡ് വൈബ്രേഷന്റെ റിലേഷൻഷിപ്പ് ആണ് നമ്മൾ ഡിറൈവ് ചെയ്ത്, അല്ലെങ്കിൽ ഫ്രീ അൺഡാംഡ് കണ്ടീഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ അകത്ത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ, അതായത് എത്രമാത്രം മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്സ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വരാവുന്നത് എത്രയാന്നുള്ളതിന്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, ആ ഒരു സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ആ ഒരു കമ്പോണന്റിൽ വൈബ്രേഷൻ വരുമ്പോൾ അതിൽ വരാവുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്നുള്ളതാണ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ. അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x0 സ്ക്വയർ പ്ലസ് x.0 ഡിവൈഡ് ബൈ ഒമേഗ സ്ക്വയർ. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. അതിൽ x0 സ്ക്വയർ എന്താണെന്നുള്ളത് അറിയാം, ടൈം 0 ആവുമ്പോൾ ഉള്ള, ഓക്കെ, അതായത് ഫ്രീ അൺഡാംഡ് കണ്ടീഷനിൽ ടൈം 0 ആവുമ്പോൾ ഉള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് x0 എന്ന് പറയുന്നത്. x.0 എന്ന് പറയുന്നത് ടൈം 0 ആവുമ്പോൾ ഉള്ള വെലോസിറ്റി ആണ്. ഓക്കെ, ടൈം 0 ആവുമ്പോൾ ഉള്ള കറസ്പോണ്ടിങ് വെലോസിറ്റി ആണ്. ഒമേഗ എന്ന് പറയുന്നത് നമുക്കറിയാം ആംഗുലാർ ഫ്രീക്വൻസി ആണ്. അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് അവൈലബിൾ ആണെങ്കിൽ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കറസ്പോണ്ടിങ് എലമെന്റിൽ ഉണ്ടാവുന്ന മാക്സിമം വൈബ്രേഷൻ എത്രയാന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷനും നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ഉണ്ട്. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പം എല്ലാവർക്കും താങ്ക് യു.